ഓം ശാന്തി. എൻ്റെ മസ്തകത്തിൽ ശ്രേഷ്ഠ ഭാഗ്യ നക്ഷത്രം പ്രകാശിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ദിലാരാമനായ ബാബ വസിക്കുന്നു. എൻ്റെ ബുദ്ധിയാകുന്ന കൈകൊണ്ട് മസ്തകത്തിൽ ഞാൻ 3 ബിന്ദുവിടുന്നു. 3 ബിന്ദു സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ആത്മാബിന്ദി, ബാബാബിന്ദി. ഡ്രാമയിലും കഴിഞ്ഞത് കഴിഞ്ഞു, അതും ബിന്ദി. ഞാൻ ആത്മാബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. എൻ്റെ മസ്തകത്തിൽ 3 ബിന്ദു തിളങ്ങുന്നു. എൻ്റെ ദിവ്യനേത്രം ആത്മാബിന്ദുവിൽ ഞാൻ ഏകാഗ്രമാക്കുന്നു. സ്വസ്മൃതിയിൽ ദേഹഭാനത്തിൻ്റെ വിസ്മൃതി ഉണ്ടാകുന്നു. സർവസങ്കൽപ്പവും ആത്മാബിന്ദിയിൽ ഏകാഗ്രമാണ്. ഈ ചെറിയ ബിന്ദുവിൽ 84 ജന്മത്തിൻ്റെ പാർട്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിൽ മനസ്സും ബുദ്ധിയും സംസ്കാരവും നിറഞ്ഞിരിക്കുന്നു. ആത്മാബിന്ദി അവിനാശി പാർട്ട് അഭിനയിക്കുന്നു. ശിവബാബയും സൂക്ഷ്മ ബിന്ദുവാണ്. ബാബ പരമധാമവാസി പരം ബിന്ദുവാണ്, സുപ്രീമാണ്. ഇപ്പോൾ സ്മൃതിയിൽ കേവലം ബിന്ദി ബാബ. ഒരു ബിന്ദി ബാബയിൽ സർവഗുണങ്ങളും സർവശക്തികളും സമാവേശമായിരിക്കുന്നു. മുഴുവൻ ജ്ഞാനവും അടങ്ങിയിരിക്കുന്നു. ഈ അവിനാശി ഡ്രാമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു എൻഡുമില്ല, അവസാനമില്ല. അനാദി സൃഷ്ടിചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ ഓരോ സീനും സാക്ഷിയായി കണ്ട് ഫുൾ സ്റ്റോപ്പ് ബിന്ദു വെച്ച് ഞാൻ മുന്നോട്ടു പോകുന്നു. സ്മൃതിയിൽ 3 ബിന്ദുവും 3 പ്രാപ്തികളും അടങ്ങിയിരിക്കുന്നു. സംഗമയുഗത്തിൻ്റെ ഈ വിശേഷ സമയം ബാപ്പ് ടീച്ചർ സദ്ഗുരുവിൻ്റെ രൂപത്തിൽ പഠിത്തവും വരദാനവും സമ്പത്തും പ്രാപ്തിയും ലഭിക്കുന്നു. പ്രാപ്തി വളരെ ഭാരിച്ചതാണ്, വലിയതാണ്. സമ്പത്തും പരിധിയില്ലാത്തതാണ്, വരദാനവും പരിധിയില്ലാത്തതാണ്. ഞാൻ ബാബയുടെ അധികാരി കുട്ടിയാണ്. എനിക്ക് ബാബയുടെ സമ്പത്തിൻ്റെ മേലെ അധികാരമുണ്ട്, വരദാനത്തിൻ്റെയും അധികാരമുണ്ട്. ബാബ എൻ്റേതാണ്. എനിക്കു വേണ്ടി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. വരദാതാ ബാബ എനിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ബാബയോടൊപ്പം വിശ്വത്തിൻ്റെ അന്ധകാരത്തെ അകറ്റുവാൻ കുട്ടികളും അവതരിച്ചിരിക്കുന്നു. ഇത്
അലൗകിക, അതിനിർമോഹി, അതിപ്രിയ ജന്മദിനം ഭക്താത്മാക്കൾ പോലും ആഘോഷിക്കുന്നു. എന്നാൽ കുട്ടികൾ മിലനം ആഘോഷിക്കുന്നു. കുട്ടികൾ ആഹാരം, വ്യവഹാരം, വചനം, കർമ്മം മുഴുവൻ ജന്മത്തേക്കു വേണ്ടി വ്രതമെടുക്കുന്നു. ഞാൻ എല്ലാം വ്യർത്ഥവും സമർപ്പണം ചെയ്ത് സമർത്ഥതയിലിരിക്കുന്നു. ദേഹബോധത്തെ സമർപ്പിതമാക്കുന്നു. പരമാത്മാ ജന്മസിദ്ധ അധികാരത്തിലൂടെ പ്രാപ്തമായ വിശേഷതകൾ, ബുദ്ധിയുടെ വരദാനം, ജ്ഞാനസ്വരൂപമാകുന്നതിനുള്ള വരദാനം എന്നീ സൂക്ഷ്മ ഞാനെന്ന ഭാവം പറക്കുന്ന കലയിൽ പോകുന്നതിൽ ഭാരമായി മാറുന്നു. ഈ സൂക്ഷ്മജ്ഞാൻ എന്ന ഭാവത്തെയും ഞാൻ സമർപ്പണം ചെയ്യുന്നു. ഈ മരിക്കൽ ഭഗവാന്റെ മടിത്തട്ടിലെ ജനിക്കലാണ്. ഇരുപത്തൊന്ന് ജന്മം ദേഹാത്മാക്കളുടെ മടിത്തട്ടിൽ ജന്മമുണ്ടാകുന്നു. പരിധിയുള്ള ഞാനും എൻ്റേതും സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. അപ്പോൾ ജന്മജന്മം സമ്പത്തിന് അധികാരിയാകുന്നു. എൻ്റെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ കർത്തവ്യമാണ് വിശ്വപരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരാകൂ. ബാപ്പ് ദാദ സഭയിൽ 3 രൂപത്തിൽ കുട്ടികളെ കാണുന്നു. വർത്തമാന സ്വരാജ്യാധികാരി, 2 ഭാവിയിൽ വിശ്വാധികാരി, 3 ദ്വാപരം മുതൽ കലിയുഗം വരെ പൂജ്യർ, പൂജയ്ക്ക് അധികാരി. ബാബ ബിന്ദുവിൻ്റെ ജയന്തി ആഘോഷിക്കുന്നു. ബാപ്പുദാദ പറയുന്നു, 3 ബിന്ദുവിനെ ഓർമ്മിക്കൂ. ഞാനും ബിന്ദു, ബാബയും ബിന്ദു, ബിന്ദുവിൻ്റെ മക്കളും ബിന്ദു. ഡ്രാമയിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ കഴിഞ്ഞു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അതും ബിന്ദു. ബിന്ദുവാകുന്നു, ബിന്ദുവിനെ ഓർമ്മിക്കുന്നു, ബിന്ദു വിടുന്നു. ഇതാണ് പുരുഷാർത്ഥം. ഓരോ സമയവും ഓരോ ദിവസവും ഞാൻ വിശ്വസേവകനാണെന്ന് ഓർമ്മിക്കുന്നു. ഞാൻ ലോകസേവകനാണ്. എന്നിൽ ലോകത്തിൻ്റെ സേവനം ഓരോ ശ്വാസത്തിലും ഓരോ സെക്കൻഡിലും അടങ്ങിയിരിക്കുന്നു. ആര് വന്നാലും ആരോട് സമ്പർക്കമുണ്ടായാലും അവർക്ക് ദാതാവായി എന്തെങ്കിലും നൽകുക തന്നെ വേണം. അഖണ്ഡ ഭണ്ഡാരം ഓരോ സമയവും തുറന്നു വെക്കണം. ഓരോരുത്തരുടെയും പ്രതി ശുഭഭാവനയും ശുഭഭാവവും അവശ്യമായി നൽകുന്നു. സഹയോഗം നൽകുന്നു, സഹയോഗിയാക്കുന്നു. ഈ ജന്മോത്സവത്തിൻ്റെ വിശേഷ സ്ലോഗനാണ് സഹയോഗം നൽകൂ, സഹയോഗിയാക്കൂ.
ഓരോരുത്തരെയും ദിൽ ഖുഷ് മിഠായി കഴിപ്പിക്കുന്നു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ശുഭഭാവനയുടെ ദിൽ ഖുഷ് മിഠായി കഴിപ്പിക്കൂ. പുഞ്ചിരിക്കുന്ന മുഖം കാണപ്പെടട്ടെ. ഒരു സെക്കൻഡിൽ എൻ്റെ പൂർവജ പൂജ്യ സ്വരൂപം പ്രത്യക്ഷമാക്കുന്നു. അതേ ദേവി ദേവതാ സ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ അവനവനെ കാണാൻ കഴിയുന്നു. ഒരു സെക്കൻഡിൽ എൻ്റെ പൂർവജ പൂജ്യ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ എനിക്ക് വരദാനം നൽകുന്നു. മാസ്റ്റർ രചയിതാവായി ഭവിക്കൂ. ഓരോ ശക്തിയെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കുന്നു. കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പ് ശക്തിയെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ മാസ്റ്റർ രചയിതാവായി ഓരോ ശക്തിയെയും ആജ്ഞ അനുസരിച്ച് നടത്തിക്കുന്നതിനായി നിർഭയനാകുന്നു. ആശ്രയദാതാവായ അച്ഛനെ പ്രത്യക്ഷമാക്കി സർവ്വതിനെയും അകറ്റി നിർത്തുന്നു. ഓം ശാന്തി.